കാരണം ആദിൽ പാലോട് ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പലയിടങ്ങളിലും ഇന്നലെ ഷോപ്പിയാനിൽ പോയിരുന്നു ആദിൽ പാലോട്. അവിടെ വലിയ രീതിയിൽ വീട് തകർത്തതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു. ഇപ്പോൾ തെരച്ചിൽ ഇവിടം വരെ എത്തി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 3 പേരെയും ഇനിയും കണ്ടെത്താനായില്ല. 3 or 4 പേർ ആണ് എന്നാണ് ഇന്റലിജൻസിന്റെ നിഗമനം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 4 ഭീകരരും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഒരു സൂചനയും കിട്ടിയിട്ടില്ലേ ആദിൽ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പല സൂചനകളുണ്ട് എന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സൈന്യത്തിൻ്റെ ഒരു പരിമിതിയായി തന്നെ കാണേണ്ടി വരും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ലാൽ ചൗക്കിലാണുള്ളത്, കശ്മീരിൽ. ഈ നമ്മുടെ നോബൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇവിടുത്തെയും കാഴ്ച. സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസം വലിയ തിരക്കുണ്ടാകേണ്ട സ്ഥലത്തൊക്കെ വിജനമായി കിടക്കുന്നതും ആളുകൾ എത്താത്തതും ഉള്ള കാഴ്ച, അത് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ വലിയ പ്രയാസം പറയുന്നുണ്ട്. ഇതിനൊപ്പം വലിയ സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 96 മണിക്കൂറിനകം സുരക്ഷാ ഓഡിറ്റ് നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതൽ വിന്യസിക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനൊപ്പമാണ് പ്രദേശത്ത് കൂടുതൽ ഭീകരർക്കായുള്ള തെരച്ചിൽ നടത്തുന്നത്. 14 ഭീകരരുടെ പട്ടിക രഹസ്യ അന്വേഷണ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഭീകരാക്രമണവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പം NIA-യുടെ അന്വേഷണം സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. ദൃക്സാക്ഷികളുടെ സഹായത്തോടെ ഭീകരാക്രമണം പുനരാവിഷ്കരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ, ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അത് ബൈസറൺ വാലിയിലുള്ള എങ്ങനെയാണ് ആ സംഭവം നടന്നത്, എങ്ങനെയായിരുന്നു ഭീകരർ എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷികളോട് ചോദിച്ച് മനസ്സിലാക്കി അത് പുനരാവിഷ്കരിക്കും എന്ന് മനസ്സിലാക്കുന്നു. 175 പേരാണ് നിലവിൽ ജമ്മു കശ്മീർ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിനൊപ്പം 60 സ്ഥലങ്ങളിൽ ഇന്നലെ മാത്രം റെയ്ഡ് നടത്തിയിരുന്നു. അത് ഇന്നും തുടരും. റെയ്ഡ് CRPF അടക്കം സൈന്യത്തിൻ്റെ അടക്കം ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും തെരച്ചിലും സജീവമായി തന്നെ തുടരുകയാണ് അരുൺകുമാർ. ഒപ്പം വിനോദസഞ്ചാര മേഖലകൾ പഴയ രൂപത്തിലായിട്ടില്ല. അവിടെയൊക്കെ വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കുകയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് അടക്കമുള്ള സുരക്ഷാ ഏജൻസികൾ. അതിനൊപ്പം തന്നെ അരുൺകുമാർ, നമ്മൾ എന്നെ ആദിലെന്ന് വിളിക്കുമ്പോൾ ഈ കശ്മീരിൽ തന്നെയുള്ള പറയാമെങ്കിൽ ഈ കശ്മീരിൽ തന്നെയുള്ള 2 വിഭാഗം, 2 തരം മനോഭാവത്തെയാണ് ഈ ആദിൽ എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയത്. കാരണം ആദിൽ ഹുസൈൻ ഷാ, നമ്മൾ കൊടുത്ത വാർത്ത, ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്നത് യഥാർത്ഥ കശ്മീരികളുടെ മുഖമാണ്. മറ്റൊരു മുഖമാകട്ടെ ഭീകരവാദത്തിൻ്റെ മുഖം ആദിൽ തോക്കർ. ഈ ഭീകരാക്രമണം പ്ലാൻ ചെയ്തു എന്ന് കരുതാൽ 2 പേരുടെയും പേര് ആദിൽ എന്നാണ്. ആ പേര് തന്നെ നോക്കുമ്പോൾ 2 പേർക്കും ഒരേ പേരാണ്, ഒരേ തരത്തിലുള്ള മതവിശ്വാസമാണ്. പക്ഷേ ചിന്താഗതി മാറിപ്പോയതിൻ്റെ പ്രശ്നമാണ് ഇത് എന്ന് പൊതുവിൽ വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് പെട്ടെന്നായിരുന്നു. ശരിയാണ്. അതിൽ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ തന്നെ ഈ പല പേരുകളിൽ അറിയപ്പെടുന്ന മനുഷ്യർ അവരുടെ ആശയങ്ങളുടെ പേരിലാണല്ലോ പിൽക്കാലത്ത് 2 വഴികളും 3 വഴികളും ഒക്കെ ആയിട്ട് മാറുന്നത്. ആദിൽ ഹുസൈൻ ഷാ, ഒരു സംശയമൊന്നുമില്ല, ആ പേര് വളരെ മനോഹരമായ പേരാണ്. അവരുടെയൊക്കെ തലച്ചോറിലേക്ക് തിരികെ കയറ്റിയിരിക്കുന്ന മതപരമായ ചിന്തകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അതിനെ ഹിംസാത്മകമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അതിൽ പാലോട് ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ ഒരുപാട് പ്രേക്ഷകർ എഴുതി ചോദിക്കുന്നു. അവിടെ ഒരുപാട് ആളുകൾ കാശ്മീരിലേക്കൊക്കെ ടൂർ പോയവരുണ്ട്, ശ്രീനഗർ ടൂർ പോയവരുണ്ട്, ഇനി ടൂർ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ശ്രീനഗറിലേക്ക് വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ലാൽ ചൗക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ സുരക്ഷാ സംവിധാനം ശക്തമാണെന്നല്ലേ ഉള്ളൂ, മറ്റ് ആശങ്കകളൊന്നും ഇല്ലല്ലോ. മാത്രമല്ല കാശ്മീരികളായ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ഈ ടൂറിസം ഇനിയും തുടർച്ചയായി തന്നെ നടക്കേണ്ടതുണ്ട്, ഒരു തടസ്സവുമില്ലാതെ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ചിലർ സംശയം ചോദിക്കുന്നു, അതിൽ അങ്ങോട്ട് വരുന്നതിൽ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഇവിടെ സാധാരണ ആളുകളോട്, ഇവിടുത്തെ ആളുകൾ അരുൺകുമാർ ശരിക്ക് ടൂറിസത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ അന്നമാണ് ടൂറിസം. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരികളെ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകരുത് എന്ന് കരുതുന്നവരാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം. ഈ ഞായറാഴ്ചകളിൽ ഇങ്ങനെയല്ല ലാൽ ചൗക്ക് ഉണ്ടാവുക. വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്നു, പകൽ ഇവിടെ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നു. ആ വിധത്തിൽ ഇവിടെ തിക്കും തിരക്കുമാകുന്നു. ഞായറാഴ്ചകളിൽ വലിയ വഴിയോര കച്ചവടം സജീവമാകുന്നു. പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇപ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രാദേശികമായുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നതൊഴിച്ചാൽ വിനോദസഞ്ചാരികളെ കാര്യമായി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ലാൽ ചൗക്കിൽ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച, ഇവിടെ സൗജന്യമായി വരുന്ന സഞ്ചാരികൾക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ വിതരണം ചെയ്യുന്ന വ്യാപാരികളാണ്. നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നെഴുതിയ പ്ലക്കാർഡുകൾ എന്തി ഇവിടെ കുട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ടൂറിസത്തിൽ ജീവിക്കുന്നവർ, ടൂറിസത്തിൽ അന്നം കാണുന്നവർ ഒരിക്കലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കുകയില്ല. ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യം സുരക്ഷ കർശനമായി
ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് ഇവിടെ. നമ്മൾ കാണാം പലയിടത്തും ഇതിനൊക്കെ പല ഭാഗത്തായി ഈ കാണുന്ന കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിൽ പല കോണുകളിലും സുരക്ഷാ ജീവനക്കാർ, സൈന്യത്തിൻ്റെ ആളുകൾ ഇരിപ്പുണ്ട്. അവർ ബൈനോക്കുലർ വെച്ച് കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ രൂപത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ലാൽ ചൗക്കിലും വിനോദസഞ്ചാര മേഖലകളിലുമുണ്ട്. 96 മണിക്കൂറിനകം സുരക്ഷാ ഓഡിറ്റ് നടത്തി കൃത്യമായി സുരക്ഷ. ഈ പഹൽഗാമിൽ തന്നെ സംഭവം നടക്കുമ്പോൾ അവിടെ ഒരു സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ട്. അത് സുരക്ഷാ വീഴ്ചയാണെന്ന കൃത്യമായ വിലയിരുത്തലുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കർശനമായ സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് സുഗമമായി ഇവിടേക്ക് വരാൻ കഴിയും, ഒരു പ്രശ്നവുമില്ല എന്നതാണ് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത്. ഓക്കെ, അതിൽ പറഞ്ഞതനുസരിച്ചും വിശ്വസിച്ചും പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊക്കെ യാത്ര ചെയ്യുക. അതിൽ നിൽക്കുന്ന ലാൽ ചൗക്ക് ആണെങ്കിലും ശരി, നോബിൾ നിൽക്കുന്ന പഹൽഗാം ആണെങ്കിലും ശരി, സുന്ദരമായ സ്ഥലമാണ്. അവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, പഹൽഗാമിൽ നോബിൾ മാരിക്കാരൻ എന്നതിന് തൊട്ട് പുറകിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന നദിയുടെ പേരെന്ന്. ആ നദിയുടെ പേരാണ് ലിഡാർ എന്നാണ് ആ നദിയെ പറയുക. അപ്പോൾ മനോഹരമായ സ്ഥലമാണ്, വളരെ എക്സോട്ടിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ പോയാൽ വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പഹൽഗാമിൽ പോകുന്നതിനും തടസ്സമില്ല, സോനാഗ്രാമിൽ പോകുന്നതിനും പ്രശ്നമില്ല, ഏതെങ്കിലും തരത്തിൽ മറ്റിടങ്ങൾ സന്ദർശിക്കുന്നതിനും ഒരു തടസ്സവുമില്ല, ഡാൽ ലേക്കിൽ പോകുന്നതിനും തടസ്സമില്ല, അനന്തനാഗ് ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ വലിയ തടസ്സമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ഈ പറയുന്ന ബൈസറൻ വാലിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഓർ വാലിയിൽ പോകുന്നതിന് തടസ്സമില്ല, അമർനാഥ് കേവ്സിൽ പോകുന്നതിന് തടസ്സമില്ല. അപ്പോൾ ശ്രീനാഥിലേക്ക് ശ്രീനഗറിലേക്ക് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന യാത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ആ പാക്കേജുമായിട്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോയിക്കോളൂ.